മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. രോഗിയാണെങ്കിലും പാപിയാണെങ്കിലും തിരിച്ചു വരൂ മകനേ. ഓ മക്കളേ മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. നിന്നുടെ പാപങ്ങൾ ഘോരമാണെങ്കിലും മായ്ക്കുവാൻ ക്രൂശിലെ യാഗമില്ലേ. നിന്നുടെ പാപങ്ങൾ ഘോരമാണെങ്കിലും മായ്ക്കുവാൻ ക്രൂശിലെ യാഗമില്ലേ. അന്നവൻ പേറിയ ക്രൂശു നിർമ്മിച്ചത് നിന്നുടെ പാപമെന്നോർക്കുകില്ലേ. ആ ക്രൂശിലേക്കൊന്നു നീ നോക്കുകില്ലേ. മകനേ മകളേ തിരിച്ചു വരുവാൻ യേശു നിന്നെ മാടി വിളിക്കുന്നു. അന്നവൻ നിന്റെ പാപങ്ങൾ മായ്ക്കുവാനായി മാംസവും ചോരയും നൽകിയില്ലേ. അന്നവൻ നിന്റെ പാപങ്ങൾ മായ്ക്കുവാനായി മാംസവും ചോരയും നൽകിയില്ലേ. രൂപവും ഭാവവും നോക്കാതെ തന്നെ മാറോടു ചേർക്കുവാൻ വിളിച്ചതല്ലേ. നിന്നെ സ്വന്തമായി നേടുവാൻ വന്നതല്ലേ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 4 വാക്യങ്ങൾ നമുക്ക് ആദ്യം വായിക്കാം. യഹോവയിങ്കിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാടെന്തെന്നാൽ, നീ എഴുന്നേറ്റ് കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക. അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും. അങ്ങനെ ഞാൻ കുശവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. ദൈവത്തിന് സ്തോത്രം. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം വാസ്തവത്തിൽ ഒരു വിലാപങ്ങളുടെ പുസ്തകമാണ്. യിരെമ്യാ പ്രവാചകനെ വിളിക്കുന്നത് തന്നെ കരച്ചിലിൻ്റെ പ്രവാചകൻ എന്നാണ്. ലെമൻറ്റിങ് പ്രോഫറ്റ്, കരച്ചിലിൻ്റെ പ്രവാചകൻ. കരഞ്ഞുകൊണ്ടാണ് പ്രവചിക്കുന്നത്. ഓടി കിടന്ന് കരഞ്ഞുകൊണ്ട് പ്രവചിച്ചു. കരയുന്ന മറ്റൊന്നുകൊണ്ടുമല്ല, ദൈവജനത്തിന്, ഇസ്രായേൽ ജനത്തിന് വരുന്ന നാശം പ്രവാചകൻ മുൻകൂട്ടി കണ്ടു.
അതാണ് കരയുന്നത്. ദൈവം തൻ്റെ പ്രവാചകന് അത് കാണിച്ചു കൊടുത്തു. വലിയൊരു നാശം ഇസ്രായേൽ ജനതയ്ക്ക് വരുന്നു എന്ന് കർത്താവ് പ്രവാചകന് കാണിച്ചു കൊടുത്തു. പ്രവാചകന് തൻ്റെ സ്വന്തക്കാരും ബന്ധക്കാരും തൻ്റെ നാട്ടുകാരുമായ ദൈവമക്കൾ ഇസ്രായേൽക്കാർ അവരെ യാതന അനുഭവിക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്തപ്പോൾ പ്രവാചകന് കരച്ചിൽ വന്നു. കരച്ചിലടക്കാൻ പറ്റുന്നില്ല. കരഞ്ഞുകൊണ്ട് പ്രവചിച്ച പ്രവാചകനാണ് യെരമ്യാ പ്രവാചകൻ. യെരമ്യാ പ്രവാചകൻ്റെ വേറൊരു പുസ്തകമാണ് വിലാപങ്ങളുടെ പുസ്തകം. വിലാപങ്ങളുടെ പുസ്തകം വിലാപം തന്നെയാണ്, മുഴുവൻ കരച്ചിലാണ്. ഈ പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ആ പുസ്തകങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ ആശയങ്ങൾ മനസ്സിലാകും. വിലാപങ്ങളുടെ പുസ്തകം അത് മുഴുവൻ കണ്ണീരോടെ പറയുന്ന വാക്കുകളാണ്, കരഞ്ഞുകൊണ്ട് പറയുന്ന വാക്കുകളാണ്. കടന്നു പോകുന്ന ഏവരുമായുള്ളവരെ നിങ്ങൾക്ക് ഏതുമില്ലയോ എന്നാണ് ചോദിക്കുന്നത്. യെരൂശലേം നശിച്ചു കിടക്കുന്ന കണ്ടിട്ട് നിങ്ങൾക്ക് ഒന്നുമില്ലയോ, ഒരു വേദനയും ഇല്ലേ എന്ന്. ദൈവത്തിൻ്റെ ആലയം തകർന്നു കിടക്കുന്ന കണ്ടിട്ട് നിങ്ങൾക്ക് വേദനയില്ലേ എന്ന്. ദൈവത്തിൻ്റെ ആലയത്തിൽ ആരാധന ഇല്ല എന്നുള്ളത് കണ്ടിട്ട് നിങ്ങൾക്ക് ദുഃഖമില്ലേ എന്ന്. യെരൂശലേം തകർന്നു കിടക്കുന്നു. പ്രവാചകൻ നോക്കിയപ്പോൾ ജനം നിശ്ചിന്തരായിരിക്കും, ചിന്തയില്ലാത്തവരായിരിക്കുന്നു. ജനത്തിന് വിചാരവുമില്ല, നശിച്ചുകൊണ്ടിരിക്കുന്നുള്ളതിനെക്കുറിച്ചൊരു വിചാരവുമില്ല. ജനം ഒന്നും അറിയുന്നില്ല, കാണുന്നില്ല, അവർ കാണണമെന്ന് താല്പര്യവുമില്ല. ഇത്ര വലിയ കെടുതിയാണ് വന്നതെന്ന് അവർ അറിയുന്നില്ല. പ്രവാചകൻ കരഞ്ഞുകൊണ്ട് വിളിച്ചു പറയുകയാണ്, കടന്നു പോകുന്ന ഏവരുമായുള്ളവരെ ഇത് നിങ്ങൾക്ക് ഏതുമില്ലയോ? നിങ്ങൾ ഈ കടന്നു പോകുമ്പോൾ ഈ യെരൂശലേം ദേവാലയം നിങ്ങൾ കാണുന്നുണ്ട്, നിങ്ങൾ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ ആരാധനാ സ്ഥലം നിങ്ങൾ കാണുന്നുണ്ട്, പക്ഷേ അത് തകർന്നു കിടക്കുന്നിട്ട് നിങ്ങൾക്ക് ഒന്നുമില്ലേ, ഒരു വേദനയില്ലേ എന്നാണ് ചോദിക്കുന്നത്. കടന്നു പോകുന്ന ഏവരുമായുള്ളവരെ ഇത് നിങ്ങൾക്ക് ഏതുമില്ലയോ? പ്രവാചകൻ സങ്കടത്തോടെ കരയുന്ന ഒരു പുസ്തകമാണ് വിലാപങ്ങളുടെ പുസ്തകം. യെരമ്യാവിൻ്റെ പ്രവചനവും അതുപോലെ തന്നെയാണ്. യെരമ്യാവിൻ്റെ പ്രവചനത്തിൽ പല ഭാഗത്തു നിന്നൊക്കെ കാണാം, യെരമ്യാവ് വളരെ കർക്കശമായി ജനത്തോട് സംസാരിക്കുന്നു. വളരെ കർക്കശം വെച്ചാൽ വളരെ നിശിതമായി ജനത്തോട് സംസാരിക്കുന്നു. അവരുടെ ജീവിതത്തിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നു. നിങ്ങൾ മനം തിരിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് അപകടം വരുമെന്ന് കാണിക്കുന്നു. യെരമ്യാവിൻ്റെ പ്രവചനത്തിൽ 9 സ്ഥലത്ത് ഒരു വാക്ക് തന്നെ കാണാം. 9 സ്ഥലത്ത് റിപ്പൻ്റ് എന്നുള്ള വാക്ക്. റിപ്പൻ്റ് എന്താണ്? റിപ്പൻ്റ് മാനസാന്തരപ്പെടുക, അനുദപിക്കുക. റിപ്പൻ്റ് എന്നുള്ള വാക്ക് യെരമ്യാ പ്രവചനത്തിൽ 9 സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിച്ച് വരുമ്പോൾ കാണാൻ സാധിക്കും. നിങ്ങളങ്ങനെ അത് ദിവസം വായിക്കുമ്പോൾ അങ്ങനെ ഒരേ വാക്ക് തന്നെ ആവർത്തിക്കുന്നത് കാണുമ്പോൾ നിങ്ങളത് അവിടെ നോട്ട് ചെയ്യണം. അപ്പോൾ 9 സ്ഥലത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അനുദപിക്കുക, കരയുക, തിരിച്ചു വരിക എന്നാണ് പറയുന്നത്. നിങ്ങൾ അനുദപിക്കുക, നിങ്ങളുടെ തെറ്റുകളെ ഓർത്ത് അനുദപിക്കുക. കാരണം മഹാനാശം വരാൻ പോകുന്നു, വലിയ വിപത്ത് വരാൻ പോകുന്നു. അങ്ങ് ബാബിലോണിയ ചക്രവർത്തിയായ നെബൂഖദ്നേസർ വന്ന് ഈ ദേശത്ത് നിന്ന് എല്ലാ നല്ല ആളുകളെയും കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നു, അടിമകളായി കൊണ്ടുപോകുന്നു. ഈ ദേശത്തിലെ ദൈവം തന്നതായ ദൈവാലയം നശിപ്പിക്കാൻ പോകുന്നു. ബാബിലോണിയ ചക്രവർത്തി വന്ന് എല്ലാം തകർത്ത് കളയാൻ പോകുന്നു. ദേവാലയം കളയുന്നു, ദേവാലയത്തിൻ്റെ യാഗപീഠം ഇടിച്ചു കളയുന്നു, ദേവാലയത്തിൻ്റെ വാതിലുകൾ ചുട്ടുകളയുന്നു. അങ്ങനെ വലിയ കെടുതികൾ വരാൻ പോകുന്നു. ഇതെല്ലാം പ്രവാചകൻ മുൻകൂട്ടി കാണുന്നുണ്ട്. കാണുന്ന കാര്യങ്ങളൊക്കെയും പ്രവാചകൻ പറയുകയാണ്, ദൈവം എനിക്ക് തന്ന എള്ളപ്പാടാണ്, എൻ്റെ എല്ലാം ഞാനീ പറയുന്നത് ദൈവം തന്ന എള്ളപ്പാടാണ്. പ്രവാചകൻ പറയുകയാണ്, ദൈവം എന്നെ ഏൽപ്പിച്ചതാണ്, അതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നമ്മുടെ നാട് മുടിയാൻ പോകുന്നു, നമ്മുടെ ദേശം നശിക്കാൻ പോകുന്നു. ജനം ആദ്യം ഒന്നും അത് ഗവനിച്ചില്ല. പക്ഷേ ചിലരായിരുന്നു കരയാനും ചിലർ അനുഭവിക്കാൻ തുടങ്ങി. രാജാവിന് പോലും ഇഷ്ടപ്പെട്ടില്ല. നശിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ രാജാവിന് ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ രാജ്യം നശിക്കുകയോ, എൻ്റെ രാജ്യം നശിക്കുമെന്ന് പറയാൻ ഇവനെൻ്റെ അവകാശം? രാജാവ് പ്രവാചകനെ ചോദ്യം ചെയ്തു. അവസാനം പ്രവാചകനെ ഒരു വലിയ കുഴിയിലേക്ക് തള്ളിയിടുകയും ചെയ്തു. വലിയൊരു കിണറ്റിലേക്ക് തള്ളിയിട്ടു. പ്രവാചകനെ അവിടെ ആഹാരം കൊടുക്കാതെ ഒരു വീടിൻ്റെ ചുറ്റുമതിലിനുള്ളിലുള്ളതായ ഒരു സ്ഥലത്ത് വെറും തറയിലിരുത്തി പ്രവാചകനെ വിഷമിപ്പിച്ചു. യാതനകൾ പ്രവാചകൻ ഏറ്റവും അപ്പോഴും പ്രവാചകൻ കരഞ്ഞുകൊണ്ട് പ്രവചിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഓർക്കുക, ദൈവം ചില മുൻകരുതലുകൾ തരുന്നത്, ചില മുന്നറിയിപ്പുകൾ തരുന്നത് നാം നിരാശപ്പെടാനല്ല, നാം തിരിഞ്ഞു വരാനാണ്. കാരണം 18-ാം അധ്യായത്തിൽ നാം കണ്ടത്, കൊശവൻ പണിത പാത്രം ചീത്തയായപ്പോൾ അത് തന്നെ വേറൊരു പാത്രമാക്കി തീർത്തു എന്നാണ്. അതൊരു ഗ്രേസാണ്, ദൈവത്തിൻ്റെ കൃപയാണ്. കൊശവൻ ചക്രത്തിന്മേൽ കളിമണ്ണിട്ട് പണിതുകൊണ്ടിരിക്കുകയായിരുന്നു, പാത്രം പണിതുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ കുശവനുള്ള ചക്രത്തിന്മേൽ അവൻ പാത്രം പണിതുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ പാത്രം ഉദ്ദേശിച്ചതുപോലെ നന്നായില്ല, പാത്രം കേടുവന്നുപോയി. പക്ഷേ ആ പാത്രം കുശവൻ എറിഞ്ഞു കളഞ്ഞില്ല, അത് നഷ്ടപ്പെടുത്തിയില്ല, ആ മണ്ണ് കളഞ്ഞില്ല. അതേ മണ്ണുകൊണ്ട് തന്നെ വീണ്ടും കുഴച്ച് കഷ്ടപ്പെട്ട് പ്രവാചകൻ വേറൊരു പാത്രം ഉണ്ടാക്കി, മനോഹരമായ പാത്രം ഉണ്ടാക്കി. ഇത് ഗ്രേസാണ്, ദൈവത്തിൻ്റെ കൃപയാണ്. എന്നാൽ 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, 18-ാം അധ്യായം കഴിച്ച് 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പിന്നെ പറയുന്നതെന്നറിയാമോ? 19-ാം അധ്യായം 3-ാം വാക്യം വായിക്കൂ. യഹൂദ രാജാക്കന്മാരും യെരൂശലേം നിവാസികളുമായുള്ളവരെ, യഹോവയുടെ വചനം കേൾപ്പീൻ, യഹോവയുടെ വചനം കേൾപ്പീൻ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, കേൾക്കുന്നവന്റെ ചെവി മുഴങ്ങത്തക്കവണ്ണം, കേൾക്കുന്നവന്റെ ചെവി മുഴങ്ങത്തക്കവണ്ണം ഞാൻ ഈ സ്ഥലത്തിന് ഒരു അനർത്ഥം വരുത്തും, ഞാൻ ഈ സ്ഥലത്തിന് ഒരു അനർത്ഥം വരുത്തും. 18-ാം അധ്യായത്തിൽ ഗ്രേസാണ് കാണിച്ചു തരുന്നത്. പാത്രം ചീത്തയായിപ്പോയപ്പോൾ ആ ചീത്തയായിപ്പോയ പാത്രം നല്ലൊരു പാത്രമാക്കി പുതുക്കി മെനഞ്ഞെടുത്തു. കുശവൻ തന്നെ ചെയ്തത്.
അവിടെ ദൈവത്തിൻ്റെ കൃപയാണ് കാണുന്നത്, ദൈവത്തിൻ്റെ ഗ്രേസ്, ദൈവത്തിൻ്റെ കൃപയാണ് കാണുന്നത്. ഒരാൾക്ക് തെറ്റ് പറ്റിയെങ്കിലും അവനെ ദൈവം വീണ്ടും യഥാസ്ഥാനപ്പെടുത്തുകയാണ്, അവനെ തിരികെ കൊണ്ടുവരികയാണ്. തെറ്റ് പറ്റി, ശരി, പക്ഷേ അവൻ അനുദപിച്ചപ്പോൾ അവനെ തിരികെ കൊണ്ടുവരുന്നു. എന്നാൽ 10-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ ഞാൻ നിങ്ങൾക്ക് അനർത്ഥം വരുത്തുമെന്ന് പറയുന്നത്, ഈ ഇത്രയും കൃപ പൊഴിഞ്ഞിട്ടും ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്നിട്ടും നിങ്ങൾ മനം തിരിയുന്നില്ലല്ലോ എന്ന് പറയുന്നത് കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് അനർത്ഥം വരുത്തും. 3-ാം വാക്യം ഒന്നുകൂടെ വായിക്കൂ. യഹൂദ രാജാക്കന്മാരും യെരൂശലേം നിവാസികളുമായുള്ളവരെ യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയുടെ വചനം കേൾപ്പീൻ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, കേൾക്കുന്നവൻ്റെ ചെവി മുഴങ്ങത്തക്കവണ്ണം ഞാൻ ഈ സ്ഥലത്തിന് അവൻ അനർത്ഥം വരുത്തും. അതിന് കാരണം എന്താണ്? അവർ എന്നെ ഉപേക്ഷിച്ച്, ഈ ജനം എന്നെ ഉപേക്ഷിച്ചു, ഈ സ്ഥലത്തെ വഷളാക്കി തങ്ങളും തങ്ങളുടെ പിതാക്കന്മാരും യഹൂദ രാജാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത അന്യദേവന്മാർക്ക് അവിടെ വെച്ച് ധൂപം കാട്ടി ഈ സ്ഥലത്തെ കുറ്റമില്ലാത്തവരുടെ രക്തം കൊണ്ട് നിറയ്ക്കുകയും ബാലിന് ഹോമബലികളായി തങ്ങളുടെ പുത്രന്മാരെ തീയിലിട്ട് ദഹിപ്പിപ്പാൻ ബാലിന് പൂജാരികളെ പണിയുകയും ചെയ്തിരിക്കുന്നു. ബാൽ വിഗ്രഹത്തിന് പൂജാഗിരികളെ പണിതു, വിഗ്രഹാരാധന തുടങ്ങി, സത്യദൈവത്തെ അവർ ഉപേക്ഷിച്ചു. എത്രയോ കൃപ നിങ്ങൾക്ക് തന്നിട്ടും നിങ്ങൾ സത്യദൈവത്തെ ഉപേക്ഷിച്ചു. അനുഗ്രഹത്തിൻ്റെ പെരുമാരിയാണ് നിങ്ങളുടെ മേൽ പെയ്തത്, അനുഗ്രഹത്തിൻ്റെ പെരുമാരി. വലിയ സന്തോഷത്തിൻ്റെ ഉറവുകളാണ് നിങ്ങളുടെ നേരെ പുറപ്പെട്ടത്. ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ മേൽ അണപൊട്ടി ഒഴുകി. പക്ഷേ നിങ്ങൾ ആ സ്നേഹം അറിഞ്ഞില്ല, ആ സ്നേഹം നിങ്ങൾ ഗവനിച്ചില്ല. ദൈവം തന്ന നല്ല കാലങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അനർത്ഥം വരുത്തും. നിങ്ങൾ പിന്നെയും ബാൽ വിഗ്രഹങ്ങളുടെ പിന്നാലെ പോയി. നിങ്ങൾ ബാൽദേവനെ നിങ്ങൾ പൂജാഗിരികളെ പണിതു, പൂജ അർപ്പിച്ചു, അവനെ ആരാധിച്ചു, വിഗ്രഹാരാധന ചെയ്തു. ദൈവത്തിന് സ്തോത്രം. എന്താ ഇത് വിഗ്രഹാരാധന? നാം വിഗ്രഹാരാധന കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അത് ഏതെങ്കിലും ബിംബം വെച്ചിട്ട് ആരാധിക്കുകയാണെന്ന്. അതല്ല. വേദപുസ്തകത്തിൽ പറയുന്ന വിഗ്രഹാരാധന എന്ന് പറയുന്നത് അതിൻ്റെ ആത്മീയ അർത്ഥം എന്താണെന്ന് അറിയാമോ? നമുക്ക് ക്രിസ്തുവിനേക്കാൾ കൂടുതൽ ഏതിനെ സ്നേഹിക്കുന്നുവോ അത് നമ്മുടെ വിഗ്രഹമാണ്. ഞാൻ ക്രിസ്തുവിനേക്കാൾ കൂടുതൽ എൻ്റെ മക്കളെ സ്നേഹിച്ചാൽ മക്കൾ വിഗ്രഹമാണ്. ഞാൻ ക്രിസ്തുവിനേക്കാൾ കൂടുതൽ എൻ്റെ ഭാര്യയെ സ്നേഹിച്ചാൽ ഭാര്യ വിഗ്രഹമാണ്. ഞാൻ ക്രിസ്തുവിനേക്കാൾ കൂടുതൽ എൻ്റെ വരുമാനത്തെ സ്നേഹിച്ചാൽ എൻ്റെ വരുമാനം വിഗ്രഹമാണ്. ക്രിസ്തുവിനേക്കാൾ കൂടുതൽ ഞാൻ പണത്തെ സ്നേഹിച്ചാൽ പണം വിഗ്രഹമാണ്. ക്രിസ്തുവിനേക്കാൾ കൂടുതൽ ഞാൻ എൻ്റെ സമൂഹത്തിലുള്ളതായ സ്ഥാനവും മാനവും മോഹിച്ചാൽ അത് വിഗ്രഹമാണ്. വിഗ്രഹം. നമ്മിൽ അനേകം പേര് വിഗ്രഹാരാധികളാണ്. വിഗ്രഹാരാധനയാണ് ഇനി നിങ്ങൾ തുടരുന്നെങ്കിൽ, ദൈവത്തിന് കൃപ അറിഞ്ഞിട്ടും പിന്നെയും നിങ്ങൾ വിഗ്രഹാരാധനയിലേക്ക് തിരിയുന്നുവെങ്കിൽ, നിങ്ങൾ പാവം വിട്ട് തിരിയുന്നില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന വലിയൊരു അനർത്ഥമായിരിക്കും. ഞാൻ നിങ്ങൾക്ക് അനർത്ഥം വരുത്തും. ഈ 18-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ ഗ്രേസ്, 19-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ ജഡ്ജ്മെൻറ്റ്. ശ്രദ്ധിക്കൂ. 18-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ കൃപയാണ് പറയുന്നത്. കൃപ, ദൈവം കൃപ തരുന്നു. ആദ്യം കൃപയാണ് തരുന്നത്. ഇത് കൃപാകാലമാണ്, കൃപയുടെ യുഗമാണ്. ഇന്ന് ഏതൊരു ഭാവിക്കും മാനസാന്തരപ്പെടാം. എത്ര നീചഭാവിക്കും മാനസാന്തരപ്പെടാം. എത്ര വഷളായി ജീവിക്കുന്നതിനും മാനസാന്തരപ്പെടാം. എത്ര മോശമായി ജീവിക്കുന്നതിനും ഇനി നല്ല ജീവിതം നയിക്കാം. ഒരു ചാൻസ് ഉണ്ട്. ഇന്ന് കൃപയുടെ വാതിൽ തുറന്നിരിക്കുന്നു. കൃപയുടെ പെട്ടകം തുറന്നു വെച്ചിരിക്കുന്നു. ആർക്കും പ്രവേശിക്കാം. കരടിക്കും പ്രവേശിക്കാം, പുള്ളിപ്പുലിക്കും പ്രവേശിക്കാം, മാനിനും പ്രവേശിക്കാം, കുഞ്ഞാടിനും പ്രവേശിക്കാം. അവിടെ വഴക്കില്ല. പെട്ടകത്തിലേക്ക് പ്രവേശിക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ പെട്ടകം തുറന്നു വെച്ചിരിക്കുന്ന സമയമാണ്. നിങ്ങളിപ്പോൾ അകത്ത് കിടക്കേണ്ടതാണ്. കടന്നില്ലെങ്കിലോ സംഭവിക്കാൻ പോകുന്നത് വലിയൊരു അനർത്ഥമായിരിക്കും. വലിയൊരു പ്രളയമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. വലിയൊരു പ്രളയം. അത് പക്ഷേ തീപ്രളയമായിരിക്കാം. ഇനി വരാൻ പോകുന്ന തീപ്രളയമായിരിക്കും. തീപ്രളയം, അഗ്നിപ്രളയം. ഈ ഭൂമി മുഴുവൻ കത്തി നശിക്കുന്നതായ ഒരു അഗ്നിപ്രളയം വരാം. അത് എങ്ങനെയാണ് വരുന്നതെന്ന് പറയാമെന്ന് പറഞ്ഞുകൂടാ. പക്ഷേ വേദവസം പറയുന്നു ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുമെന്ന് പറയുന്നു. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവൃത്തിക്കാരും താളടിയാകും. വയ്ക്കോ തീയിൽ അടിയുന്നത് പോലെ എല്ലാവരും ദുഷ്പ്രവൃത്തിക്കാരൊക്കെയും വെന്തടിയും. ചൂള പോലെ കത്തുന്നൊരു ദിവസം വരും. ഇനി വരാൻ പോകുന്നത് വലിയൊരു അഗ്നിശോധനയുടെ നാളുകളായിരിക്കും. കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇന്ന് കൃപയുടെ കാലമാണ്. ഇന്ന് കൃപയുടെ പെട്ടകം തുറന്നു വെച്ചിരിക്കുകയാണ്. ആർക്കും പ്രവേശിക്കാം. പ്രിയപ്പെട്ടവരെ, ആർക്കും പ്രവേശിക്കാം. അവിടെ കരടിയും കടുവയും സിംഹവും പ്രവേശിക്കും. കൊള്ളരുതാത്ത ജീവിതം നയിച്ചവരോട് പ്രവേശിക്കും. പെട്ടകം തുറന്നു വെച്ചിരിക്കുകയാണ്. അവിടെ ഇതുവരെയും ഏറ്റവും ഹീനമായ ജീവിതം നയിക്കുകയും അനേകരെ ഉപദ്രവിക്കുകയും അനേകരെ കൊന്നു തിന്നുകയും ചെയ്തവരും കൂടെ പ്രവേശിക്കും. ഈ സിംഹവും കരടിയും പുള്ളിപ്പുലിയും എല്ലാം മറ്റ് ജീവികളെ കൊന്നു തിന്നുന്നവരാണ്, മനുഷ്യരെയും ആക്രമിക്കുന്നവരാണ്. അവരെയും അവിടെ പ്രവേശിപ്പിക്കുന്നു. എന്നാൽ അതിൻ്റെ കൂടെ തന്നെ ഈ ചെന്നായിൻ്റെ കൂടെ തന്നെ ഒരു കുഞ്ഞാടിനെയും പ്രവേശിപ്പിക്കുന്നു. പുള്ളിപ്പുലിയുടെ കൂടെ തന്നെ ഒരു മാനിനെയും പ്രവേശിപ്പിക്കുന്നു. ആർക്കും പ്രവേശിക്കാം. ഇപ്പോൾ നല്ല കാലമാണ് പ്രിയപ്പെട്ടവരെ.
18-ാം അധ്യായം നല്ല കാലത്തെക്കുറിച്ചാണ് പറയുന്നത്, കൃപയുടെ കാലത്തെക്കുറിച്ചാണ് പറയുന്നത്. കൃപയുടെ കാലം, യഥാസ്ഥാനപ്പെടേണ്ട കാലമാണിത്. നാം യഥാസ്ഥാനപ്പെടുവാൻ ദൈവം വഴി ഒരുക്കി വെച്ചിരിക്കുന്നു. ആർക്കും പ്രവേശിക്കാം. കഴിഞ്ഞ കാല ജീവിതത്തിലേക്ക് നോക്കി നിങ്ങൾ നിരാശപ്പെടേണ്ട, ഒരിക്കലും വേണ്ട. എന്തെന്തെല്ലാം പാപങ്ങൾ വന്നു പോകും, നിങ്ങൾ അല്പം പോലും നിരാശപ്പെടേണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ തിന്മകൾ പലതും വന്നു കാണും, തീർച്ചയായിട്ടും വന്നു കാണും. അതിനോർത്ത് നിങ്ങൾ നിരാശപ്പെട്ട് തളർന്നിരിക്കേണ്ട. നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്യൂ. ഏതെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് എത്തി വന്നുവോ അതിനെയോർത്ത് നിങ്ങൾ റിപ്പൻറ്റ് ചെയ്യുക, അനുദപിക്കുക. രക്ഷപ്പെടാം, പെട്ടകം തുറന്നിരിക്കുകയാണ്, രക്ഷപ്പെടാം, റിപ്പൻറ്റ് ചെയ്യുക. പ്രവാചകൻ വീണ്ടും വിളിച്ച് പറയുകയാണ്, റിപ്പൻറ്റ് വീണ്ടും പറയുകയാണ്, മാനസാന്തരപ്പെടുക, അനുദപിക്കുക. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധ ചെയ്ത കാലത്ത് കർത്താവ് പറഞ്ഞു, അനേകം വീര്യപ്രവൃത്തി നടന്ന് കോരസീനിലേക്ക് സീതോനിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, കോരസീനെ നിനക്ക് ഹാകഷ്ടം. കോരസീന് ഹാകഷ്ടം എന്ന് പറയും, നിന്നിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീതോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലും ഇരുന്ന് കരയുമായിരുന്നു, അനുദപിക്കുമായിരുന്നു. അനേകം വീര്യപ്രവൃത്തികൾ കണ്ടു അവർ. പ്രിയപ്പെട്ടവരെ, ഞാൻ അത്ഭുതത്തോടെ ഓർക്കുകയാണ്, നമ്മുടെ മധ്യത്തിൽ നടന്നതുപോലെ വീര്യപ്രവൃത്തികൾ എവിടെ നടന്നിട്ടുണ്ട്? വീര്യപ്രവൃത്തികൾ എന്താണ്? ഏറ്റവും വലിയ വീര്യപ്രവൃത്തി എന്താണ്? ഏറ്റവും വലിയ അത്ഭുതം ഏതാണ്? ഏറ്റവും വലിയ അത്ഭുതം മനുഷ്യൻ്റെ സ്വഭാവം മാറുന്നതാണ്. മനുഷ്യൻ്റെ സ്വഭാവം മാറുന്നു. പിണങ്ങിയിരിക്കുന്ന ഭാര്യയും ഭർത്താവും ഒരു ഹൃദയമായിത്തീരുന്നു, സ്വഭാവം മാറി. അകന്നിരുന്ന അപ്പനും മക്കളും ഒരു ഹൃദയമായിത്തീരുന്നു, സ്വഭാവം മാറി. ഏതോ വലിയ നിഗളവും അഹങ്കാരവും പിടിച്ച് ഞാൻ വലിയവനാണെന്ന് ഭാവിച്ചുകൊണ്ടിരുന്നവൻ വിനയമുള്ളവനായി തീർന്നു, സ്വഭാവം മാറി. താഴ്മയുള്ളവളായി തീർന്നു, സ്വഭാവം മാറി. എന്നും വീട്ടിൽ ശണ്ടയും കലഹവും ഉണ്ടാക്കിക്കൊണ്ടിരുന്ന മരുമകൾ, അവൾ സ്വഭാവം മാറി. അവൾ അമ്മയ്ക്ക് വിനയപ്പെടുന്നവളായി മാറി, സ്വഭാവം മാറി. സ്വഭാവം മാറുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഞാൻ വളരെ സ്നേഹത്തോടെ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ സ്വഭാവം മാറിയോ? നിങ്ങളുടെ പഴയ സ്വഭാവം മാറിയോ? നിങ്ങൾ കൂട്ടായ്മയിൽ വരുമ്പോൾ നല്ലതുപോലെ വേദസം എടുക്കും, വേദസം വായിക്കും, പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ വേണ്ടി സാക്ഷ്യം പറയും, അല്ലെങ്കിൽ പാട്ടുപാടും, ഇതൊക്കെ ചെയ്യും. പക്ഷേ സ്വഭാവം മാറിയോ? നിത്യനായ ദൈവം ഹൃദയങ്ങൾ ശോധന ചെയ്യുന്നത് നോക്കുമ്പോൾ നിങ്ങൾ സ്വഭാവം മാറിയതായി കാണുന്നുണ്ടോ? നിങ്ങളുടെ പ്രകൃതം മാറിയതായി കാണുന്നുണ്ടോ? ഇപ്പോഴും അഹങ്കാരം പൊങ്ങി വരുന്നില്ലേ? പല കാര്യങ്ങളിലും നിഗളം പൊങ്ങി വരുന്നില്ലേ? പെട്ടെന്ന് കോപിച്ച് ശുണ്ഠി പിടിക്കുന്നില്ലേ? പെട്ടെന്ന് നിങ്ങൾ ഭാര്യയോടല്ല അല്ലെങ്കിൽ ഭർത്താവിനോട് കോപിച്ച് വാശി പിടിക്കുന്നില്ലേ? ഇന്നും പഴയ സ്വഭാവം തന്നെയല്ലേ? കൂട്ടായ്മയിൽ പോകുന്നു, പക്ഷേ സ്വഭാവം മാറിയില്ല. വചനം കേൾക്കാൻ വരുന്നു, പക്ഷേ സ്വഭാവം മാറിയില്ല. നിങ്ങളിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീതോനിലും നടന്നിരുന്നെങ്കിൽ അവർ എത്ര കൊണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലിരുന്ന് കരയുമായിരുന്നു. ഇവിടെ നമ്മുടെ ഈ കൂട്ടായ്മയ്ക്കകത്ത് സ്വഭാവം മാറി അനേകം പേരുണ്ട്. പ്രകടമായ മാറ്റം വന്നവർ, പ്രകടമായ പാവങ്ങൾ വിട്ടവർ, ദൈവത്തിന് സ്തോത്രം. മദ്യപാനം വിട്ടവർ, ചെറിയ കാര്യമൊന്നുമല്ലത്. അതൊരു വലിയ പിശാചാണ് ഈ മദ്യം. ആ ഭൂതാത്മാവ്, പിശാചിൻ്റെ ആത്മാവ് മനുഷ്യനെ പിടിച്ചാൽ അവൻ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. ഈ ചീങ്കണ്ണി കടിക്കുന്നത് പോലെ, കോർത്തുമുറുത്ത പല്ലുകൾ അവിടെ കത്രികപ്പൂട്ട് പോലെ മനുഷ്യനെ കടിച്ച് ചീന്തിക്കൊണ്ട് പോകുന്നത് പോലെ മദ്യപാനം ഒരു ചീങ്കണ്ണിയാണ്. അതിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ രക്ഷ കിട്ടാൻ പ്രയാസമാണ്. അനേകം ചെറുപ്പക്കാർ മദ്യത്തിൽ അടിമകളായി തീർന്നിരിക്കുന്നു, കഞ്ചാവിന് അടിമകളായി തീർന്നിരിക്കുന്നു. ഇന്ന് നമ്മുടെ ഈ കേരള ഭൂമിയിൽ പല സ്ഥലത്തും മാടക്കടകളിൽ പോലും സുലഭമായി കിട്ടുന്ന ചില വിഷവസ്തുക്കളുണ്ട്, ലഹരി പിടിപ്പിക്കുന്ന വസ്തുക്കൾ. പാൻപരാഗോ അല്ലെങ്കിൽ ഹാൻസോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ആണോ എനിക്കറിഞ്ഞുകൂടാ. അനേകം ലഹരി പിടിപ്പിക്കുന്ന സാധനങ്ങളുണ്ട്. ഇതെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾ നിസ്സാര വിലയ്ക്ക് വാങ്ങിയാൽ ഉപയോഗിക്കുന്നു. ഈ കഞ്ചാവ് വാസ്തവത്തിൽ നമ്മുടെ നാടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ അറിയുന്നില്ല. പാവം കുട്ടികൾ അതിൻ്റെ ആ പെട്ടെന്നുള്ള ഒരു ത്രില്ലിന് വേണ്ടി, പെട്ടെന്നുള്ളൊരു സന്തോഷത്തിന് വേണ്ടി അത് എടുത്ത് ഒരു ലഹരിക്ക് വേണ്ടി എടുത്ത് ഉപയോഗിക്കുന്നു. ആരെല്ലാമോ പറഞ്ഞു, അവർ പ്രേരിപ്പിച്ചു, അവർ ഉപയോഗിച്ച് കഴിയുമ്പോഴാണ് പിന്നെ ബുദ്ധിമാന്ദ്യം വരുന്നത്, പിന്നെ അപകടം വരുന്നത്. അതൊന്നും ആരും അറിയുന്നില്ല. പഠിത്തം പോകുന്നു, പിന്നെ പഠിക്കാൻ പറ്റുന്നില്ല, ബുദ്ധി പോകുന്നു, ഇതൊന്നും അറിയുന്നില്ല. പാവം കുഞ്ഞുങ്ങൾ ഈ മാടക്കടയിൽ കിട്ടുന്നത് നല്ലതാണ്, ലഹരിയാണെന്ന് പറഞ്ഞ് അവർ ഉപയോഗിക്കുന്നു, അത് വാങ്ങി കഴിക്കുന്നു. ഫലം അപകടകരമായ ഫലമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ മധ്യത്തിൽ തന്നെ ഇത്രയേറെ അത്ഭുതങ്ങൾ നടന്നു. എത്രയോ പേരാണ് കഞ്ചാവ് വിട്ട് നല്ല മാർഗത്തിലേക്ക് തിരിഞ്ഞത്. എത്രയോ പേരാണ് മദ്യപാനം വിട്ട് നല്ല മാർഗത്തിലേക്ക് തിരിഞ്ഞത്. മദ്യപാനം വിട്ടവർ അനേകം പേര് ഈ വാക്കുകളെ കേൾക്കുന്നുണ്ട്. അനേകം പേര് മദ്യപാനത്തോട് യാത്ര പറഞ്ഞവർ, ദൈവത്തിന് സ്തോത്രം. മദ്യപാനത്തോട് യാത്ര പറഞ്ഞവർ, എൻ്റെ കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ സുബോധമില്ലാതെ മദ്യം കുടിച്ച് സുബോധമില്ലാതെ ഛർദിയിൽ കിടന്ന് ഉരുണ്ടവർ, കുടുംബത്തിൽ ഉള്ള കാര്യങ്ങളൊന്നും നോക്കാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ മദ്യം കുടിച്ചുകൊണ്ടിരുന്നവർ, മദ്യം കുടിക്കാൻ രൂപയില്ലാതായപ്പോൾ ഭാര്യയുടെ താലിമാല മറിച്ചുകൊണ്ട് പോയി അത് വിറ്റ് മദ്യം കുടിച്ചവർ. എന്തിന്? കേട്ടാൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നും.
എല്ലാം വിറ്റു, ഇനി വിൽക്കാനൊന്നുമില്ല. അപ്പോൾ വീടിൻ്റെ ഓട് പൊളിച്ചു വിറ്റു കുടിക്കാൻ. എന്നിട്ട് തീർന്നില്ല, പിന്നെ ആ വീടിൻ്റെ കഴുക്കോലും പട്ടികയും വലിച്ചെടുത്ത് വിറ്റു. വീടിൻ്റെ ഓരോ ഭാഗം പൊളിച്ചെടുക്കുകയാണ്. എന്തിന്? കുടിക്കാൻ, മദ്യപിക്കാൻ. സുബോധം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. എന്നാൽ ഇന്ന് കൃപയുടെ കാലമാണ്. എല്ലാം വിട്ട് തിരിയാനുള്ള പറ്റിയ കാലമാണ്. നിങ്ങൾ ഓരോരുത്തർ ഇരിക്കുന്നിടത്ത് ഇരുന്നുകൊണ്ട് കർത്താവിനോട് ഒരു വാക്ക് പറയുമോ? ഏതെങ്കിലും ദുശ്ശീലമുള്ളവർ ഒരു വാക്ക് നിങ്ങൾ പറയുമോ? കർത്താവേ, എൻ്റെ ഈ ദുശ്ശീലമിൽ നിന്ന് മാറ്റി തരണമേ. ഇന്ന് എൻ്റെ ജീവിതത്തിലെ ദുശ്ശീലങ്ങളുടെ അവസാനത്തെ ദിവസമാണ്. ഇന്ന് എൻ്റെ സ്വഭാവത്തിൻ്റെ ദൂഷ്യങ്ങളുടെ അവസാന ദിവസമാണ്. എൻ്റെ കോപാക്രാന്തമായ പെരുമാറ്റം ഒന്ന് മാറ്റിത്തരണമേ. എൻ്റെ കോപിച്ചുള്ള ഗർജനങ്ങളും അട്ടഹാസങ്ങളും ഒന്ന് മാറ്റിത്തരണമേ. കോപിച്ച ഉച്ചത്തിൽ സംസാരിക്കുന്നതിൻ്റെ പ്രകൃതം ഒന്ന് മാറ്റിത്തരണമേ. കർത്താവേ, നീ എന്നോട് മനസ്സിലെയ്യണമേ. ഇന്ന് നീ എന്നെ തുടരണമേ. കർത്താവേ, എൻ്റെ മേലുള്ളതായ സകല ബാധകൾ മാറ്റിത്തരണമേ. ഇങ്ങനെ ബാധ മാറി അനേകം പേരുണ്ട് സഹോദരങ്ങളെ, ബാധ മാറി അനേകം പേര്. ഞാൻ ഭയത്തോടെ കാണുന്നു. ഭാര്യയും ഭർത്താവും പിണങ്ങുന്നു, സുബോധമില്ലാത്തതുപോലെ വഴക്കടിക്കുന്നു. എന്തിന്? കല്യാണം കഴിച്ച് ഏതാനും നാളുകളെ ആയുള്ളൂ, അല്ല 1-2 വർഷമായി. ഇപ്പോൾ അവർ തമ്മിൽ വലിയ സ്നേഹമില്ല, ഐക്യമില്ലാതായിത്തീരുന്നു. സ്നേഹം നഷ്ടപ്പെട്ടു പോയി. സ്നേഹമാണ് പോയത്. ഏറ്റവും വിലയേറിയ സ്വത്താണ് നഷ്ടപ്പെട്ടത്. ഭാര്യ കൊണ്ടുവന്ന സ്ത്രീധനമൊക്കെ ഉണ്ട്, അത് ബാങ്കിൽ കിടപ്പുണ്ട്. പക്ഷേ നഷ്ടം അതിനേക്കാൾ വലിയ നഷ്ടമാണ് വന്നിരിക്കുന്നത്. സ്ത്രീധനമല്ല നഷ്ടപ്പെട്ടത്, അതിനേക്കാൾ വലിയ നഷ്ടം സ്വഭാവം ചീത്തയായിപ്പോയി. സ്നേഹം പോയി, സ്നേഹം നഷ്ടപ്പെട്ടു. ഭാര്യയും ഭർത്താവും സ്നേഹമെന്ന ഒരു ചങ്ങലയിൽ കുടുങ്ങിക്കിടക്കേണ്ടവരാണ്. യേശു ക്രിസ്തുവിൻ്റെ കുരിശിൽ നിന്ന് വരുന്നതായ സ്നേഹത്തിൻ്റെ ഒരു ചരടുണ്ട്, ഒരു ചങ്ങലയുണ്ട്. കുരിശിൽ നിന്ന് വരുന്നതായ സ്നേഹം, ആ സ്നേഹത്തിൽ ബന്ധിക്കപ്പെട്ടവരായിത്തീരണം. കുരിശിൽ കൂടി ഒഴുകിയിറങ്ങിയതായ രക്തത്തിൽ ഉള്ളതായ സ്നേഹത്തിൻ്റെ അത്ഭുതകരമായ സ്വാധീനം ഓരോരുത്തരെയും നമ്മെ വശപ്പെടുത്തേണ്ടതാണ്, നമ്മെ സ്വാധീനം ചെയ്യേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാകുന്നില്ലേ? സ്നേഹം കുറഞ്ഞു പോയത് എവിടെയാണ്? ഞാൻ എളുപ്പത്തിൽ പറയാം. സ്നേഹം കുറഞ്ഞു പോയെങ്കിൽ ഒരാൾ എളിമപ്പെടുക, ഭാര്യ എളിമപ്പെടുക, ഭർത്താവും എളിമപ്പെടുക. അത് തോൽവിയല്ല, അത് വിജയമാണ്. ഒരാൾ എളിമപ്പെടുക, ഒരാൾ താഴുക. കുറേ ദിവസങ്ങൾ മിണ്ടാട്ടമില്ലാതിരിക്കുന്നു, മിണ്ടുന്നില്ല, പരസ്പരം മിണ്ടുന്നില്ല, സൗഹൃദമില്ല, സ്നേഹമില്ല. ഒരാളങ്ങ് ഒരു വിനയത്തോടെ, ഭർത്താവ് വിനയപ്പെട്ടുള്ളൂ, അല്ല ഭാര്യയാകട്ടെ, എന്നോട് ക്ഷമിക്കൂ, ഞാൻ നിന്നെ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിച്ചെങ്കിൽ എന്നോട് പൊറുക്കൂ പറയണം. ഭർത്താവ് പറയണം, ഞാൻ നിന്നെ അടിച്ചത്, നീ എന്നോട് ക്ഷമിക്കൂ, ഇനിയില്ല, എൻ്റെ ജീവിതത്തിൽ അതൊക്കെ വിട്ടുകളഞ്ഞു, ഇനി ഞാനൊരു പുതിയ മനുഷ്യനായിരിക്കും. ഭാര്യ പറയണം, ഞാൻ കുറേ ശുണ്ഠി വാക്കുകൾ പറഞ്ഞു, ഞാൻ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചു, നിങ്ങൾ കുത്തിമുറിയേൽപ്പിക്കുന്ന വാക്കുകൾ എൻ്റെ നാവിൽ നിന്ന് വന്നുപോയി, എന്നോട് ക്ഷമിക്കണം. പറയരുത് പ്രിയപ്പെട്ടവരെ. കുടുംബം ഐശ്വര്യമാകട്ടെ, കുടുംബത്തിൽ സമാധാനം വരട്ടെ, കുടുംബം സന്തോഷമുള്ളതായി തീരട്ടെ. നമ്മുടെ കുടുംബം കൂടുമ്പോൾ ഇമ്പമായി തീരട്ടെ. കുടുംബം കൂടുമ്പോൾ ഇമ്പം. ദൈവത്തിന് സ്തോത്രം. കൂടുമ്പോൾ, ഒരുമിച്ച് വസിക്കുമ്പോൾ ഇമ്പം. ഒന്ന് കർത്താവ്, മറ്റൊന്ന് ഭർത്താവ്, മറ്റൊന്ന് ഭാര്യ. കർത്താവും ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഒരു മുപ്പിരിച്ചരട്. അങ്ങനെ നമ്മുടെ കുടുംബം തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. ഒരു മുപ്പിരിച്ചരടായി നമ്മുടെ കുടുംബം തീരട്ടെ. ഐക്യത്തിൽ ഒന്നായി തീരട്ടെ. ബലം വർദ്ധിക്കും. മുപ്പിരിച്ചരട് അറ്റുപോകാൻ സാധ്യമല്ല, അത് മുറിഞ്ഞു പോകാൻ സാധ്യമല്ല, ഒടിഞ്ഞു പോകാൻ സാധ്യമല്ല. അതിനെ ശക്തമായി കെട്ടുറപ്പാണുള്ളത്, അത് നല്ല ബലമാണുള്ളത്. മുപ്പിരിച്ചരടാണ്. ഒന്ന് മാത്രമായിട്ട് നിന്നാൽ അത് പൊട്ടിച്ചു കളയാൻ സാധിക്കും, ഒന്ന് മാത്രമായിട്ട് നിന്നാൽ അതിനെ നശിപ്പിച്ച് കളയാൻ പറ്റും. പക്ഷേ മുപ്പിരിച്ചരട് ഒരുമിച്ച് വിരിച്ചു വെച്ചതാണെങ്കിൽ അത് പൊട്ടിക്കുക എളുപ്പമല്ല. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കുടുംബങ്ങൾ ഒരു ഐക്യത്തിൻ്റെ കുടുംബമായി തീരട്ടെ. കർത്താവ് ഇന്ന് നമുക്ക് അവസരം തരികയാണ്. ഇന്ന് നമുക്ക് കർത്താവ് അനുഗ്രഹീതമായ സമയം തരികയാണ്. കൃപയുടെ കാലമാണ്. ഓടിവരിക നിങ്ങൾ പെട്ടകത്തിലേക്ക്. യേശുനാഥൻ്റെ ആ തിരുവിലാവ് തുറന്നിരിക്കുന്നു. അതാണ് പെട്ടകം. തിരുവിലാവ് തുറന്നിരിക്കുന്നു. ആ തിരുഹൃദയം മുറിഞ്ഞിരിക്കുന്നു. ആ മുറിവിൽ കൂടി നിങ്ങൾക്ക് യേശുവിൻ്റെ സ്നേഹാർദ്രമായ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാം. ആർക്കും മാറ്റമില്ല. ഇതുവരെ കൊള്ളകൾ നടത്തിയവരോ, മോഷണം നടത്തിയവരോ, ഇതുവരെ അപ്പനെ തല്ലിയവരോ, അമ്മയെ ഉന്തി വീഴിച്ചവരോ, തള്ളിക്കളഞ്ഞവരോ, രാഗിയവരോ, ശപിച്ചവരോ, എന്തുമാകട്ടെ, ഇതുവരെ ഗർഭഛിദ്രം നടത്തിയവരോ, കൊലപാതകം ചെയ്തവരോ ആകട്ടെ, ആരുമാകട്ടെ, ഇന്ന് നിങ്ങൾക്ക് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ തന്നെ ഓടി അണയാം യേശുവിൻ്റെ വാദത്തിലേക്ക്. ഓടി വരികയും നിങ്ങളെ കർത്താവ് യഥാസ്ഥാനപ്പെടുത്തും. ഉടഞ്ഞുപോയ പാത്രത്തെ കർത്താവ് പുതിയ പാത്രമാക്കി തീർക്കും. ദൈവത്തിന് സ്തോത്രം. ഉടഞ്ഞുപോയ പാത്രം, തകർന്നുപോയ പാത്രമാണ്, ഉപയോഗമില്ലാത്ത പാത്രമാണ്, എറിഞ്ഞു കളയേണ്ട പാത്രമാണ്. പക്ഷേ കർത്താവ് എറിഞ്ഞു കളയുന്നില്ല. എന്നേ നാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടേണ്ടവരായിരുന്നു. സ്തോത്രം. എന്നേ നമ്മുടെ ആയുസ് അറ്റുപോകേണ്ടതായിരുന്നു. എന്നേ നാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് നിത്യത്തിലേക്ക് ചേർക്കപ്പെടേണ്ടവരായിരുന്നു. പിന്നെയും നമുക്ക് ഈ വചനം കേൾക്കാൻ അവസരം തന്നു. ഇന്ന് ആയുസ്സോടെ ആരോഗ്യത്തോടെ നിങ്ങൾ നിർത്തി. അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് വചനത്തിന് മുമ്പിൽ വരാൻ ഇടയായത്.
ഇത് അനുഗ്രഹീതമായ സമയമാണ്. വരുവീൻ, ഈ നല്ല സമയം. ദൈവത്തിന് സ്തോത്രം. ഈ നല്ല സമയം നിങ്ങൾ കർത്താവിൻ്റെ അരികിലേക്ക് ഓടി വരുവീൻ. കർത്താവിനോട് പറയൂ, കർത്താവേ, ആശ്രയമറ്റവനായി ഞാൻ വരുന്നു, വലഞ്ഞവളായി ഞാൻ വരുന്നു, വിഷമിക്കുന്നവളായി ഞാൻ വരുന്നു, ദുഃഖിക്കുന്നവളായി ഞാൻ വരുന്നു. എൻ്റെ കർത്താവേ, മനസ്സ് വാടിയവളായി ഞാൻ വരുന്നു. കർത്താവേ, എൻ്റെ ഹൃദയം മ്ലാനമായി ഞാൻ ഇതാ വരുന്നു. എനിക്ക് ഒരു സമാധാനം തരണമേ. എൻ്റെ പാപക്കറകളൊക്കെയും എന്നെ വേട്ടയാടുന്നു. പാവം എൻ്റെ പിന്നാലെ വന്ന് വേട്ടയാടുന്നു. പാവങ്ങളെല്ലാം എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. അനേകം ശാപങ്ങളും ബാധകളും ബന്ധനങ്ങളും എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഈ ബന്ധനങ്ങളിൽ നിന്ന് എനിക്ക് ഒരു മോചനം തരണമേ, എന്നെ രക്ഷിക്കണമേ. പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഇപ്പോൾ തന്നെ കർത്താവ് നിങ്ങളുടെ മേൽ തന്നെ കരം വയ്ക്കും. വിശ്വസിക്കൂ. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ കരം നിങ്ങളുടെ തലമേൽ വരും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. എല്ലാ ശാപങ്ങളും മാറ്റും, എല്ലാ ബാധകളും മാറ്റും, എല്ലാ ബന്ധനങ്ങളും അഴിക്കും. നിങ്ങളുടെ കുടുംബം സ്വർഗ്ഗമായി തീരും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കുടുംബം സ്വർഗ്ഗമായി തീരട്ടെ പ്രിയപ്പെട്ടവരെ. കുടുംബം സ്വർഗ്ഗമായി തീരുന്നു. എന്തൊരു മഹാഭാഗ്യമാണത്, കുടുംബം സ്വർഗ്ഗമായി തീരുക. മരിച്ചതിന് ശേഷമുള്ള സ്വർഗ്ഗമല്ല, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ സ്വർഗ്ഗം തുടങ്ങാം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ സ്വർഗ്ഗം തുടങ്ങാം. സ്വർഗ്ഗം സ്നേഹമാണ്, ആ സ്നേഹം തുടങ്ങാം. സ്വർഗം വിശുദ്ധിയാണ്, ആ വിശുദ്ധി തുടങ്ങാം. എല്ലാ അശുദ്ധിയും മാറട്ടെ, എല്ലാ തിന്മകളും മാറട്ടെ, എല്ലാ വൈരാഗ്യങ്ങളും മാറട്ടെ, എല്ലാ പകയും വിദ്വേഷവും മാറട്ടെ, എല്ലാ പ്രതികാര ചിന്തയും മാറട്ടെ, എല്ലാ വൈരുദ്ധ്യങ്ങളും മാറട്ടെ, എല്ലാ കേടുകളും എല്ലാ പോടുകളും മാറട്ടെ, എല്ലാം മാറട്ടെ. എന്നിട്ടോ ഒരു തികഞ്ഞ പുരുഷത്വം പ്രാപിക്കുന്ന ഭാഗ്യകരമായ അനുഭവം, തികഞ്ഞ സ്നേഹത്തിൻ്റെ പുരുഷത്വം പ്രാപിക്കുക. സ്നേഹത്തിൻ്റെ മൂർത്തിമദ്ഭാവങ്ങളായി നാം തീരുക. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതമായൊരു അനുഭവം നമുക്ക് നേടാൻ സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നുവരെയും പാപത്തിൻ്റെ നാളുകൾ, ഇന്നുവരെയും കേടായി തീർന്ന നാളുകൾ, ഇന്നുവരെയും പാഴായിപ്പോയ നാളുകൾ, ഇന്നുവരെയും നഷ്ടപ്പെടുത്തിയ നാളുകൾ, എന്നാൽ ഇന്നു മുതൽ കർത്താവേ, ഞാനിതാ നിൻ്റെ ഒരു ദാസനായി, നിൻ്റെ ഒരു ദാസിയായി എൻ്റെ ജീവിതം നിനക്ക് ഞാൻ സമർപ്പിച്ചു തരുന്നു. ഇനിമേൽ ഞാനൊരു പുതിയ സൃഷ്ടിയായി ജീവിക്കുമെന്ന് ഞാൻ നിന്നോട് വാക്ക് പറയുന്നു. കർത്താവേ, എന്നോട് നീ കരുണ തോന്നണമേ, എന്നെ നീ അനുഗ്രഹിക്കണമേ, എൻ്റെ മേൽ നിന്റെ തൃക്കരം വയ്ക്കണമേ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട പിതാവേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അതിമനോഹരമായ സമയത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുക, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ ഈ മക്കളുടെ കൈകളിലോട് കയറി പിടിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. അപ്പോൾ ഈ മക്കളോട് അനുഗ്രഹിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. നിന്ന പാത്രങ്ങളെ മാനപാത്രങ്ങളാക്കി മാറ്റിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. കോപപാത്രങ്ങളെ കരുണാപാത്രങ്ങളാക്കി തീർത്ത് മനോഹരമായ കൃപയ്ക്കായി സ്തോത്രം. അപ്പോൾ ആ രക്ഷയുടെ പാനപാത്രം ഞങ്ങളുടെ കൈകളിലേക്ക് തന്നതിനായി സ്തോത്രം. ഈ രക്ഷയുടെ ദൂത് വഹിച്ചുകൊണ്ട് ഞങ്ങൾ ഓടട്ടെ കർത്താവേ. ഈ രക്ഷയുടെ സന്ദേശം വഹിച്ചുകൊണ്ട് ഞങ്ങൾ നാടാകെ ഓടി പടരട്ടെ കർത്താവേ. അവിടുന്ന് നാം മഹത്വപ്പെടുത്തണമേ, ഞങ്ങളെ തൃക്കൈയിൽ എടുക്കണമേ, ഈ ജനത്തെ അനുഗ്രഹിക്കണമേ, എല്ലാവരെയും അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ.